கட்டப்பனையில் ஹோட்டலில் சாப்பிட்ட கப்பை பிரியாணியில் புழுக்கள் காணப்பட்டது அதிர்ச்சியை ஏற்படுத்தியுள்ளது. இடுக்கி கவலையில் செயல்பட்டு வரும் மகாராஜா ஹோட்டலில்தான் தம்பதிகள் சாப்பிட்ட உணவில் புழுக்கள் காணப்பட்டுள்ளது. கட்டப்பனை இடுக்கி கவலையில் செயல்பட்டு வரும் பிரபல ஹோட்டலில் இருந்துதான் உணவில் புழு கண்டுபிடிக்கப்பட்டுள்ளது. கடந்த தினம் இரவு 7 மணிக்கு காஞ்சியாரை சேர்ந்த தம்பதிகள் ஹோட்டலில் சென்று கப்பை பிரியாணி கேட்டுள்ளனர். சாப்பிடும்போதுதான் உணவில் புழுவை கண்டுள்ளனர். தொடர்ந்து வீடியோ எடுக்க முயற்சித்ததோடு ஹோட்டல் ஊழியர்கள் வந்து உணவை திரும்பி வாங்கி சென்றனர். இந்த உணவை பார்சல் செய்ய கேட்டுக்கொண்ட போதும் ஊழியர்கள் ஒப்புக்கொள்ளவில்லை என்றும் பிரச்சனையை பேசி தீர்க்க உரிமையாளர் முயற்சித்ததாகவும் இந்த தம்பதிகள் புகார் தெரிவித்துள்ளனர். தொடர்ந்து செவ்வாய்க்கிழமை இவர்கள் நகரசபைக்கு சான்று மூலம் புகார் கொடுத்துள்ளனர். വൈകുന്നേരം ഞാനും എൻ്റെ ഹസ്ബൻഡും ജോലി കഴിഞ്ഞ് ഇടുക്കി കവലയിലുള്ള മഹാരാജ ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ഓർഡർ ചെയ്തത് കപ്പ ബിരിയാണിയായിരുന്നു. കപ്പ ബിരിയാണി കഴിച്ച് ഞങ്ങൾ ഒരു സ്പൂൺ കഴിച്ചപ്പോഴത്തേക്കാണ് പുഴു ടേബിളിലേക്ക് ചാടിയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ സപ്ലൈ ചെയ്യുന്ന സാറിനോട് പറഞ്ഞപ്പം സാർ ആദ്യം വന്ന് ചെക്ക് ചെയ്തിട്ട് വന്നത് മുകളിൽ നിന്ന് വീണതാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഓക്കെ, ഞങ്ങളത് വിശ്വസിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് പിന്നെയും കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ ഫുഡ് ഫുള്ള് പുഴുവായിരുന്നു. നമ്മളത് കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ അവർ പറയുന്ന മുകളിൽ നിന്ന് വീണതാണ്. അവർ ഓരോ എക്സ്ക്യൂസുകൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളത് വീഡിയോ എടുക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് അവരത് ഫുഡ് തട്ടിപ്പറിച്ചുകൊണ്ട് പോവുകയും പിന്നെ പുള്ളി ഓണറെ വിളിച്ചിട്ട് കോംപ്രമൈസിന് ശ്രമിക്കുകയായിരുന്നു. പൈസ തരാം, ഈ പ്രശ്നമാക്കരുത്, വിഷയമാക്കരുത്, തൊഴിലാളികൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞുണ്ടായിരുന്നു. தம்பதிகளின் புகாரை தொடர்ந்து நகரசபை சுகாதாரத்துறை பிரிவு அதிகாரிகள் ஹோட்டலில் பரிசோதனை நடத்தினர். சம்பவம் நடந்து சில மணி நேரத்திற்கு பின் புகார் கொடுக்கும்போது சம்பந்தப்பட்ட உணவை ஹோட்டல் ஊழியர்கள் மறைத்து விடுவதாகவும் அதனால் உடனடியாக ஹோட்டல்களில் இருந்து இதுபோன்ற சம்பவங்கள் வந்தால் நகரசபைக்கு தகவல் கொடுக்க வேண்டும் என்றும் கிளீன் சிட்டி மேனேஜர் ஜென்ஸ் ஸ்ரீ கூறினார். കട്ടപ്പന നഗരസഭയിലെ പരിധിയിലുള്ള മഹാരാജ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പുഴുവുള്ള ഭക്ഷണം ലഭിച്ചു എന്നുള്ള രീതിയിൽ സുമിമോൾ ജോർജ് പാലാവളിയിൽ എന്ന ആൾ നമുക്ക് പരാതിയാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്ഥലത്ത് പോയി പരിശോധിച്ചു. ഈ സംഭവം ഉണ്ടായത് 7/10/2024 വൈകിട്ട് 7 മണിക്ക് എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് പരാതി ലഭിക്കുന്നത് ഇന്ന് ദിവസം ഒരു 11-11:30 ആയപ്പോഴാണ് ലഭിക്കുന്നത്. നമുക്ക് ഈ വിഷയത്തിൽ നമുക്കുള്ള ഒരു പരിമിതി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മളെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഭക്ഷണം ഈ പറയുന്ന ഭക്ഷണം നമുക്ക് എടുത്ത് പാക്ക് ചെയ്യുകയും അത് നമുക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് കൈമാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഇത് നമ്മൾ ആ ഒരു ദിവസം കഴിഞ്ഞ് പിന്നിടുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭക്ഷണത്തിന്റെ മറ്റു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ ബന്ധപ്പെട്ട ഹോട്ടൽ ഉടമയോ മറ്റു ആളുകളോ സാധനം അവിടുന്ന് മാറ്റാനിടയാവുകയും ഫലപ്രദമായിട്ട് നമുക്ക് ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. கட்டப்பனை நகரில் ஹோட்டல்களில் தொடர்ந்து மனித உயிர்களுக்கு ஆபத்தாக உணவுகள் கொடுக்கப்பட்டு வருகின்றன. சில வாரங்களுக்குள் 2 ஹோட்டல்களிலிருந்து புழுவரித்த உணவுகள் கிடைத்ததாக தகவல் வெளிவந்துள்ளது. இந்த நிலையை தொடர்ந்துதான் நகரத்தில் ஹோட்டல்களிலிருந்து உணவருந்தும் நபர்களுக்கு உடல்நிலை பாதிக்கும் நிலையும் ഏർപ്പെട്ടുള്ളത്. ഈ അടുത്ത നാടുകളിലൊക്കെ ആയിട്ട് നമുക്കറിയാം, നമ്മുടെ കട്ടപ്പനയുള്ള പല ഹോട്ടലുകളിൽ പഴകിയ ഭക്ഷണം പലരും കഴിച്ച് ആശുപത്രിയിലും അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ അകത്ത് പുഴുക്കളെ കാണുന്നതൊക്കെ ആയിട്ടുള്ള പരാതികൾ നിരന്തരമായിട്ട് നമ്മൾ കേൾക്കുന്നു. ഇത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്ര അഭിമാനമായി തോന്നുന്ന കാര്യമല്ല. എനിക്ക് ഇങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, അങ്ങനെയുള്ള അവസരങ്ങളിൽ അന്നേരെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ഹെൽത്ത് വിഭാഗമായിട്ട് ബന്ധപ്പെടുകയും അല്ലെങ്കിൽ ആരെങ്കിലും കൗൺസിലർമാരോ അല്ലെങ്കിൽ ചെയർപേഴ്സണെയോ അങ്ങനെയുള്ളവരായിട്ട് ബന്ധപ്പെടുകയും ഈ വിവരം അവരെ കൂടെ ധരിപ്പിക്കുകയും ചെയ്യുക. പിന്നെ നമ്മുടെ കട്ടപ്പന ഹെൽത്ത് വിഭാഗത്തിൽ വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടത് കൂടെ ഉള്ള പരിശോധന ഹോട്ടലുകളിൽ നടത്തുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കും. நகரசபையின் சுகாதாரத்துறை பிரிவில் ஊழியர்களின் குறைவு இதுபோன்ற பிரச்சனைகளுக்கு காரணம். மட்டுமல்லாது ஹோட்டல்களில் இதுபோன்ற சம்பவங்கள் தொடர்ந்தால் 2000 ரூபாய் அபராதம் மட்டுமே ஈடாக்கப்படுகிறது. இதுபோன்ற ஹோட்டல்களுக்கு எதிராக கடும் நடவடிக்கை எடுக்க வேண்டும் என்றும் பொதுமக்கள் கேட்டுக்கொண்டுள்ளனர். நியூஸ் பியூரோ, கட்டப்பனை.